നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് സാക്ഷാൽ പരമശിവന്റെ വസ്ത്രധാരണത്തെ പറ്റിയും ആഭരണങ്ങളെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. ഒരു ശിവഭക്തനായിട്ടുള്ള ഒരാൾ ഇതൊരിക്കലും അറിയാതെ പോകരുത്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വേണം ശിവ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുവാനും ഭജിക്കുവാനും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആഭരണ വൈവിധ്യം എന്ന് പറയുന്നത് ദൈവങ്ങളിൽ വിചിത്രമായിട്ടുള്ള വസ്ത്രവും ആഭരണവുമാണ് ധരിച്ചിട്ടുള്ളത്. കഴുത്തിലെ സർപ്പവും മുടിയിലെ ചന്ദ്രക്കരയും എല്ലാം ശിവന്റെ ആഭരണങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇതെന്തിനെയാണ് കുറിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പുണ്ട്, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകതയിൽ എടുത്തു പറയുന്നത് ഒന്നാണ് ശിവ ഭഗവാന്റെ കഴുത്തിലെ പാമ്പ്. ഈ പാമ്പ് പ്രതിനിധാനം ചെയ്യുന്നത് ആത്മാവാണെന്നാണ് വിശ്വാസം. ഓരോ വ്യക്തിയുടെ ആത്മാവും ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ പരമശിവന്റെ നിർഭയത്വം കാണിക്കുന്നതിനാണ് പാമ്പിനെ ആഭരണമായി അണിഞ്ഞിരിക്കുന്നതെന്നും പറയാവുന്നതാണ്. അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു ആഭരണമാണ് ഭസ്മം. ശിവ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഭസ്മം മനുഷ്യന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരും അവസാനം ഭസ്മമായി മാറാനുള്ളവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. അടുത്തതായിട്ട് ജഡയാണ്. എല്ലാവർക്കും ശ്വസിക്കുവാൻ ആവശ്യമായ വായുവിന്റെ നിയന്ത്രണം തെളിയിക്കുന്ന ഒന്നാണ് ശിവന്റെ തലയിലെ ജഡ എന്ന് പറയുന്നത്. അടുത്തായിട്ട് അദ്ദേഹത്തിന്റെ രുദ്രാക്ഷമാലയാണ്. ഭൂമിയിലെ ജീവൻ നിർമ്മിച്ചിരിക്കുന്നത് 108 ഘടകങ്ങൾ കൊണ്ടാണെന്നാണ് സൂചിപ്പിക്കുന്നത്. 108 രുദ്രാക്ഷങ്ങൾ ചേർന്ന മാല ഇതിനാലാണ് ശിവ ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രമാണ് പുലിത്തോല്. ശിവൻ ഉടുത്തിരിക്കുന്ന പുലിത്തോല് ശക്തിയുടെ പ്രതീകമാണെന്ന് പറയാം. എല്ലാത്തിനും മേലുള്ള ശിവന്റെ മേൽക്കോയ്മയാണ് ഇത് കാണിക്കുന്നത്. അടുത്തതായിട്ട് ചന്ദ്രക്കലയാണ്. സമയത്തെയാണ് ശിവന്റെ തലയിലെ ചന്ദ്രക്കല സൂചിപ്പിക്കുന്നത്. സമയത്തെ നിയന്ത്രിക്കുന്നത് ശിവശക്തിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ശിവ ഭഗവാന്റെ ആഭരണങ്ങളും വസ്ത്രധാരണങ്ങളും എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആഭരണങ്ങളും വസ്ത്രധാരണങ്ങളും എല്ലാം ഓരോ കാര്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ശിവ ഭഗവാന്റെ ഭക്തൻ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇതെന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാവരും ശിവ ഭഗവാനെ. തിങ്കളാഴ്ച ദിവസം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഉചിതമാണ്. ശിവ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.